പാനായിക്കുളത്ത് ഹാപ്പി ഓഡിറ്റോറിയത്തിൽ സിമിയുടെ പേരിൽ ഒരു ക്യാമ്പ് നടത്തി എന്ന ഒരു കേസ് വിവാദമാകുകയും ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് ഈ പ്രതികളെ എല്ലാവരെയും തന്നെ വെറുതെ വിട്ട് ഉത്തരവാകുകയും ചെയ്തിരിക്കുന്നു. ഈ കേസ് മുൻപ് പരിഗണിക്കുകയും ഈ കേസിലെ ഒരു പ്രതിക്ക് ജാമ്യം നൽകി എന്നതിൻ്റെ പേരിൽ മാനസികമായി ചില പീഡനങ്ങൾ അനുഭവിച്ചു എന്ന രീതിയിൽ അന്നത്തെ മജിസ്ട്രേറ്റ് ആയിരുന്ന തോഹ സാർ അതേക്കുറിച്ചുള്ള ഒരു അന്വേഷണത്തിലാണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത്. എന്തായിരുന്നു സാർ അന്ന് 17-ാം പ്രതിക്ക് ജാമ്യം കൊടുക്കാനുണ്ടായ ഒരു കാരണം? ഞാൻ 2009 മെയ് മാസത്തിൽ പറവൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ആയിട്ട് നിയമിതനായി. അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജൂലൈ മാസത്തിലാണോ ആഗസ്റ്റ് മാസത്തിലാണോ പാനായിക്കുളം സിമി കേസിലെ 17-ാം പ്രതി നിസാമാണെന്നാണ് എൻ്റെ ഓർമ്മ. അറസ്റ്റ് ചെയ്തതിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. പോലീസ് കസ്റ്റഡി ആവശ്യപ്പെട്ടു 2 ദിവസത്തേക്ക്. ഞാൻ 2 ദിവസം കസ്റ്റഡി കൊടുത്തു. പോലീസ് കസ്റ്റഡിയിൽ നിന്ന് 2 ദിവസം കഴിഞ്ഞ് കൊണ്ടുവന്നപ്പോൾ സ്വാഭാവികമായിട്ടും റിമാൻഡ് ചെയ്തു. റിമാൻഡ് ചെയ്ത് ജയിലിലേക്ക് വിട്ടപ്പോഴാണ് പ്രതിയുടെ വക്കീൽ എഴുന്നേറ്റതെന്ന് പറഞ്ഞു, ഈ കുട്ടി കഴിഞ്ഞ 2 കൊല്ലത്തിലധികമായി കോട്ടയം പോളിടെക്നിക്കിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അവൻ്റെ 5th സെമസ്റ്റർ എക്സാമിനേഷൻ അടുത്ത ആഴ്ചയിലാണ് എന്നും എന്നോട് പറഞ്ഞു. ഞാനപ്പോൾ ആ പോലീസ് ഓഫീസറോട് അതിൻ്റെ കേസ് ഡയറി ഹാജരാക്കാൻ പറഞ്ഞു. കേസ് ഡയറി പൂർത്തിയായിട്ടില്ല എന്നാണ് പോലീസ് ഓഫീസർ എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു പറ്റില്ല, അറ്റ് എനി കോസ്റ്റ് ബൈ 5 o'clock ദ കേസ് ഡയറി ഷാൽ ബി പ്രൊഡ്യൂസ് ബിഫോർ മീ എന്ന് പറഞ്ഞു. അങ്ങനെ കേസ് ഡയറി 5 മണിക്ക് എനിക്ക് കിട്ടി. ഞാൻ അന്ന് രാത്രി 12 മണി വരെ ആ കേസ് ഡയറി അതിൻ്റെ ആ A to Z നന്നായി പഠിച്ചു നോക്കുമ്പോൾ ആ പയ്യനെ ആ കേസുമായി ഒരു കണക്കിന് ശിക്ഷിക്കാൻ ഏത് ജഡ്ജി അങ്ങനെ ശിക്ഷിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നും അതിനകത്ത് കണ്ടില്ല. അപ്പോൾ എൻ്റെ മനസ്സിൽ സംശയമായി, ഈ കുട്ടിക്ക് ഞാൻ ജാമ്യം കൊടുക്കേണ്ടതെന്ന്. എൻ്റെ പേര് ഒരു മുസ്ലിം ആയതുകൊണ്ടും ഞാൻ 2 പ്രാവശ്യം ആലോചിച്ച്, ഞാൻ ജാമ്യം കൊടുത്താൽ പ്രശ്നമാകും, ജാമ്യം കൊടുത്തില്ലെങ്കിലോ അവിടെയാണ് എന്നെ കുഴക്കിയത്. ജാമ്യം കൊടുത്തില്ലെങ്കിൽ എൻ്റെ സേഫ്റ്റിക്ക് വേണ്ടി ഒരു കുട്ടിയുടെ റൈറ്റ് ഞാൻ നിഷേധിക്കാമെന്ന് പറഞ്ഞാൽ എൻ്റെ പടച്ചൻ്റെ മുമ്പിൽ ഞാൻ സമാനം പറയേണ്ടി വരുമല്ലോ എന്ന ചിന്ത എൻ്റെ മനസ്സിലുണ്ടായതുകൊണ്ട് ഞാൻ എന്തും വരട്ടെ വിചാരിച്ച് ജാമ്യം കൊടുത്തു. ജാമ്യം കൊടുത്ത് 2-3 ദിവസം കഴിഞ്ഞപ്പോഴാണ് അന്നത്തെ പറവൂർ അഡീഷണൽ ജില്ലാ ജഡ്ജി എന്നെ വിളിച്ച് പറഞ്ഞു, താഹയ്ക്കൊരു ട്രാൻസ്ഫർ ഉണ്ടെന്ന് കേട്ടു എന്ന് പറഞ്ഞു. ഞാൻ സാർ എന്താ റീസൺ? ഞാൻ എൻ്റെ പിള്ളേരൊക്കെ ഇവിടെ ചേർത്തിരിക്കാൻ എന്ത് ചെയ്യുന്നു? അദ്ദേഹം 1 മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും വിളിച്ച് പറഞ്ഞു, ഉറപ്പാണ് താഹ കോഴിക്കോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ഞാൻ എന്താ റീസൺ? ഞാൻ പറഞ്ഞു എനിക്കൊന്നും അറിയില്ല, എന്തെങ്കിലും പുതിയ ഇൻസിഡൻറ്റ് നിങ്ങളോട് ഉണ്ടായിട്ടുണ്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം അതിനായിരിക്കാൻ കാരണം നമുക്ക് പിന്നീട് അറിയാം. അങ്ങനെ എന്നെ പെട്ടെന്നെടുത്ത് കോഴിക്കോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ഞാൻ എൻ്റെ കുടുംബത്തെ പറവൂരിൽ ഉപേക്ഷിച്ചു. പറവൂരിൽ എനിക്ക് യാതൊരു ബന്ധുവും ഇല്ല. പറവൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മൂത്ത മകൾ +1-നും പറവൂർ സെൻറ്റ് ജോസ് സ്കൂൾ എന്തോ ആ സ്കൂളിൽ അവിടെ 2ാമത്തെ മകൾ 9ാം ക്ലാസ്സിലും പഠിക്കുന്ന സമയമാണ്. അപ്പോൾ ആ കുട്ടികളെയും കൊണ്ട് പിന്നെ അവിടെ നിന്ന് കോഴിക്കോട് പോകാൻ പറ്റാത്തതുകൊണ്ട് ഫാമിലി ഞാനവിടെ ഉപേക്ഷിച്ച് ഞാൻ കോഴിക്കോട്ടേക്ക് പോയി. അങ്ങനെ അത് കഴിഞ്ഞ ശേഷം കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ്, ഒരു 3-4 മാസം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മെമ്മോ കിട്ടുമ്പോഴാണ്, എൻ്റെ മെമ്മോയിൽ ചാർജ് ഇതാണ്, സിമി കേസിലെ പ്രതിയെ ഹാജരാക്കിയപ്പോൾ എക്സ്ട്രേനിയസ് കൺസിഡറേഷനിൽ അയാൾക്ക് ജാമ്യം കൊടുത്തു. അതിന് മുമ്പുള്ള എല്ലാ മജിസ്ട്രേറ്റുമാരുടെ മുമ്പിൽ ബാക്കി പ്രതികൾ ഹാജരാക്കിയപ്പോൾ ആരും ജാമ്യം കൊടുത്തിട്ടില്ല. നിങ്ങൾ ചെയ്തത് പക്ഷപാതപരമായി അവരോട് സിമിയോട് അനുഭവമുള്ള ആളാണ് ഞാൻ എന്ന വരത്തക്ക രീതിയിലാണ് എനിക്കെതിരെ ചാർജ് വന്നത്. പക്ഷേ ഞാൻ ആ ചാർജിന് നന്നായിട്ട് മറുപടി കൊടുത്തു. എൻക്വയറി ഓഫീസർ വെച്ചു. പക്ഷേ അവസാനം കോടതി എൻക്വയറി ഓഫീസർ എൻ്റെ കണ്ടൻഷൻ അക്സെപ്റ്റ് ചെയ്തിട്ട് എന്നെ അതിൽ വെറുതെ ഫ്രീ ആയിട്ട് വിടുക ചെയ്തിട്ടായിട്ടുള്ളൂ. പക്ഷേ അങ്ങനെ ഒരു മാനസികമായ പീഡനം എനിക്കതിനകത്ത് ഏൽക്കേണ്ടി വന്നത് സത്യമാണ്. അങ്ങനെ ഒരു ട്രാൻസ്ഫറും പെട്ടെന്നൊരു നടപടിയും ആരുടെ ഭാഗത്തു നിന്നാണ് സാറിന് അതേക്കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ടാകുമല്ലോ? ഞാനതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ എനിക്ക് ഒരു ദൈവഭാഗത്തു നിന്നുള്ള ഗുണമെന്ന് പറയുന്നത്, അന്ന് നമ്മുടെ അവിടുത്തെ ജില്ലയുടെ ചാർജ് അന്നുണ്ടായിരുന്നത്, എന്നെ കോഴിക്കോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം കോഴിക്കോട്ടിൻ്റെ ചാർജ് ഉണ്ടായിരുന്നത് ജസ്റ്റിസ് പയസ് കുര്യാക്കോസിനായിരുന്നു. അദ്ദേഹത്തോട് ഞാൻ ഈ കാര്യം പറഞ്ഞു, സാർ ഇങ്ങനെയാണ് സംഭവം. പയസ് കുര്യാക്കോസ് സാർ എന്നോട് പറഞ്ഞത്, ഈ സംഭവം കൊണ്ടുവന്ന് വെച്ചിട്ട് താഹയെ സസ്പെൻഡ് ചെയ്യിക്കുക എന്നുള്ളതായിരുന്നു അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആൾക്കാരുടെ. അതിനുവേണ്ടി ഭയങ്കരമായ സമ്മർദ്ദമുണ്ടായി. പയസ് കുര്യാക്കോസ് സാർ ഒറ്റയ്ക്ക് അതിനെ എതിർത്തു. അദ്ദേഹം പറഞ്ഞു, ഒരാൾ ഒരു ഓർഡർ പാസ്സാക്കി എന്നതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ ഒരു ജുഡീഷ്യൽ ഓർഡർ പാസ്സാക്കിയതിൻ്റെ പേരിൽ ഒരാൾ സസ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്നത് ജുഡീഷ്യൽ ചരിത്രത്തിലില്ല, അതുകൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇത് ചെയ്തുകൊണ്ടാണ് എനിക്ക് സസ്പെൻഷൻ കിട്ടാതെ പോയത്. സസ്പെൻഷൻ കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് നാട്ടിൽ മോശം ഒരു പേര് ഇങ്ങനെ ആയിപ്പോയി. ഇത് ട്രാൻസ്ഫറായി. പിന്നെ ഇത് ഇന്ത്യയിൽ മാത്രമേ ആയിരുന്നില്ല, എങ്കിൽ തന്നെ എൻ്റെ പേര് ചീത്തയായി. ഞാനൊരു വർഗീയവാദിയാണ് എന്ന നിലയ്ക്ക് എൻ്റെ ഓഫീസുകളിലെ ചില ആൾക്കാർക്ക് ധാരണ ഉണ്ടാകാനുള്ള അവസരമുണ്ടായി. എന്നെ അടുത്തറിഞ്ഞ ആൾക്കാർക്ക് മാത്രമാണ് പിന്നീട്, അല്ല ഞാനായിരുന്നില്ല കുഴപ്പക്കാരൻ, ഇതെന്തോ ആരോ ബോധപൂർവ്വം ഒപ്പിച്ചതാണ്. അന്നത്തെ വിജിലൻസ് രജിസ്ട്രാറായിരുന്ന മനുഷ്യൻ അദ്ദേഹം അത് മാത്രമല്ല എന്നെ എങ്ങനെയെങ്കിലും പിടിക്കണമെന്ന് വിചാരിച്ചിട്ട്, ഞാൻ അന്ന് ഡയബറ്റിക് പേഷ്യൻ്റ് ആയിരുന്നുകൊണ്ട്
നോർത്ത് പറവൂരുള്ള റേഷൻ കടയിൽ നിന്ന് റേഷൻ വാങ്ങാറുണ്ടായിരുന്നു. എങ്ങനെയാണ് ഞാൻ റേഷൻ വാങ്ങുന്നത്, കാർഡ് ഉപയോഗിച്ചാണോ അതോ അധികാരം ഉപയോഗപ്പെടുത്തി ദുരുപയോഗം ചെയ്യുകയാണോ എന്ന് റേഷൻ കടയിൽ പോയി അന്വേഷിച്ചിരുന്നു. ഞാനന്ന് എൻ്റെ കാറ് പണിഞ്ഞു കൊടുക്കുന്ന വർഷാപ്പിൽ പോയി അദ്ദേഹം അന്വേഷിച്ച് കാറ് ഇത് ചെയ്യുന്നത് പണം തന്നിട്ടാണോ അതോ അല്ലാതെ, ഇങ്ങനെയൊക്കെ അദ്ദേഹം അന്വേഷണം നടത്തി നോക്കി. എന്നിട്ട് അദ്ദേഹത്തിനൊന്നും കിട്ടിയില്ല. അദ്ദേഹം ആകുന്നത്ര നോക്കി എന്നെ പിടിക്കാൻ വേണ്ടി. എന്താണ് അദ്ദേഹത്തിന് എന്നോടുള്ളതെന്ന് എനിക്കറിയില്ല. ഞാൻ പിന്നെ അദ്ദേഹത്തോട് വിരോധം തോന്നിയില്ല. പിന്നീട് അദ്ദേഹത്തിൻ്റെ മാതാവ് മരിക്കുകയൊക്കെ ചെയ്തപ്പോൾ ഞാൻ വിളിച്ച് കണ്ടോളൻസ് ഒക്കെ പറഞ്ഞ് സന്തോഷത്തിൽ തന്നെയാണ് ഞാൻ ഇത് ചെയ്തത്. എനിക്ക് അദ്ദേഹത്തിന് വിഷമം തോന്നിയില്ല. എനിക്ക് തൽക്കാലം അദ്ദേഹം ഒരു ബുദ്ധിമുട്ടുണ്ടാക്കി തന്നു. ഞാൻ സത്യത്തിന് വേണ്ടി നിന്നു എന്നുള്ളതാണ് എൻ്റെ മനസാക്ഷി ഇപ്പോഴും എന്നോട് പറയുന്നത്. ഇപ്പോൾ ഹൈക്കോടതിയുടെ വിധി വന്നപ്പോഴത്തേക്ക് അത് വളരെ കൃത്യമായി ആ കേസെന്ന് വെച്ചാൽ ഒരു കെട്ടിച്ചമച്ച കേസ്, യാതൊരു ഇത് കാരണമില്ലാതെ കെട്ടിച്ചമച്ച കേസാണ്. അതിൻ്റെ പേരിൽ ഞാനന്ന് ആ കുട്ടിയെ പിടിച്ച് ജയിലിലിട്ടിരുന്നെങ്കിൽ എൻ്റെ സേഫ്റ്റി സുഖമായിട്ട് നിന്നേനെ. പക്ഷേ ആ കുട്ടിയുടെ ഭാവി നഷ്ടപ്പെടുന്നതിന് ഞാനും കൂടെ നാളെ എൻ്റെ പടച്ചവൻ്റെ മുമ്പിൽ സമാനം പറയേണ്ടി വരും. ഇപ്പോൾ ആ കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്, സമാധാനമുണ്ട്. ഇപ്പോൾ ഭരണകൂടങ്ങൾ അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥർ ആ രീതിയിലൊക്കെ ഇത്തരം കേസുകൾ ചാർജ് ചെയ്യുകയും മാനസികമായിട്ടും ഒക്കെ ആളുകളെ പീഡിപ്പിക്കുകയൊക്കെ ചെയ്യുന്നു. എന്നാൽ ജുഡീഷ്യറിയിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാറുണ്ടോ? സാറിൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് ഇപ്പോൾ അതാണല്ലോ വ്യക്തമാകുന്നതും. ജുഡീഷ്യറിയെ കുറിച്ച് പറയുമ്പോൾ ജുഡീഷ്യറി പൂർണ്ണമായും അങ്ങനെ അങ്ങ് വർഗീയവൽക്കരിച്ചു എന്ന് പറയാൻ ഇപ്പോഴും എനിക്ക് കഴിയുന്നില്ല. കാര്യം നല്ല ഒരുപാട് മനുഷ്യർ, ജസ്റ്റിസ് ബസൻ സാറിനെ പോലെയുള്ള റീസണിങ് നോക്കി തന്നെ ചെയ്യുന്ന നല്ല ഒരുപാട് മനുഷ്യർ. എന്നാലും ഈ പറയുന്ന പോലെ ചില ഐഡിയോളജിയിൽ സ്വാധീനിക്കപ്പെട്ട മനുഷ്യരില്ലെന്ന് പറയാൻ പറ്റുകയില്ല. ഐഡിയോളജിയുടെ വക്താക്കളായി നിൽക്കുന്ന ആൾക്കാർ അവർ ആ ബയസ്ഡ് വ്യൂ, അവർക്ക് ബയസുണ്ട്. ഈ അങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്നവരാകുമ്പോൾ അങ്ങനെ ആകാൻ സാധ്യതയുണ്ടെന്നുള്ള ബയസ്ഡ് വ്യൂ. അത് മീഡിയ ഉണ്ടാക്കി കൊടുത്തതാണോ, അവർക്ക് അങ്ങനെ ചിലർക്ക് സംഭവിക്കുന്നു. ജുഡീഷ്യറി മൊത്തത്തിൽ അങ്ങ് പോയി എന്ന് പറയാൻ കഴിയില്ല. ഇപ്പം നമുക്ക് മറ്റേ ഈ കേസിൽ തന്നെ അറിയാമല്ലോ, നമ്മുടെ എന്താണ് ആ കുട്ടിയുടെ പേര്, ആ ഡോക്ടർ ഹാദിയ കേസിൽ തന്നെ അവസാനം ജുഡീഷ്യറിയാണ് ആ കുട്ടിയുടെ മൗലികമായ അവകാശം പ്രൊട്ടക്ട് ചെയ്ത് കൊടുത്തത് ജുഡീഷ്യറിയാണ്. ഇപ്പോൾ ജുഡീഷ്യറിയിലാണ് ഇപ്പോഴും നമ്മുടെ വിശ്വാസം. ചില ആൾക്കാർക്ക് ഏതെങ്കിലുമൊക്കെ ഐഡിയോളജിയിൽ സ്വാധീനിക്കപ്പെട്ട ചില ആൾക്കാർ അവർ ബയസ്ഡായിട്ട് ചില കാര്യങ്ങൾ എടുക്കുന്നു, അങ്ങനെ പറ്റിപ്പോകുന്നതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഒരു മൊത്തത്തിൽ ജുഡീഷ്യറി അടിച്ചാക്ഷേപിക്കാവുന്ന ഒരു കാരണമൊന്നും ഞാൻ കാണുന്നില്ല. മുസ്ലിമിനെ ജാമ്യം അനുവദിക്കുക, അപ്പോൾ ആ സമയത്ത് ഇത്തരം ഒരു ഇതുണ്ടാകുക എന്ന് പറഞ്ഞാൽ അത് ഏത് രീതിയിൽ അതൊരു ഗുണകരമായൊരു രീതിയല്ലല്ലോ. അത് ഗുണകരം ഇതിലല്ല. കാര്യം എനിക്ക് ആ കേസ് തന്നെ എനിക്ക് ചാർജ് മെമ്മോ തന്ന കൂട്ടത്തിൽ ഞാൻ ഓർക്കുന്ന ഒരു കാര്യം കൂടിയുണ്ട്. ഞാൻ അന്ന് നോർത്ത് പറവൂരിലിരുന്നപ്പോൾ എൻ്റെ മുമ്പിൽ വേറെ ഒരു കേസിൽ 379 380 കേസിൽ 18ഉം 19ഉം വയസ്സുള്ള ഒരു അസ്ലമിനെയും ഒരു ടെന്നീസിനെയും കൊണ്ട് ഹാജരാക്കി. അപ്പോൾ ഞാൻ ആ കുട്ടികളുടെ മാതാപിതാക്കളെ വിളിച്ചു വരുത്തിയിട്ട് രണ്ടുപേരെയും +1 പഠിക്കുക രണ്ടുപേരും ഇങ്ങനെയൊന്നും ആയ പിള്ളേർ മോശമായി പോകുമെന്നൊക്കെ പറഞ്ഞതിന് ശേഷം അവർക്ക് രണ്ടുപേർക്കും ജാമ്യം കൊടുത്തു. എനിക്ക് ഈ വിജിലൻസ് രജിസ്ട്രാർ എന്നെ അവിടെ നിന്ന് ട്രാൻസ്ഫർ ആക്കിയതിന് ശേഷം എൻ്റെ കോടതിയിൽ വന്ന് ഞാൻ ചെയ്ത നടപടികളെല്ലാം എടുത്ത് പരിശോധിച്ച് കൊടുത്തിട്ട് കണ്ടത് ഈ കേസും അദ്ദേഹം എടുത്തുകൊണ്ട് പോയി. അദ്ദേഹം എന്നിട്ട് പറഞ്ഞ് താഹ ഗ്രാൻറ്റഡ് ബെയിൽ ടു ദിസ് അസ്ലം ബിക്കോസ് he belongs to particular community. Then actually what was happened that for the two accused, the Tennyson and for Aslam, one accused, one council, a Christian council filed wakalat, and I granted bail to both the parties in very same order. But that judge noted that Taha granted bail to Aslam only. That was the mind setup of that man. That I don't know how he did so. I don't know even now. ഈ പാനായിക്കുളം കേസ് സാറ് കേസ് ഡയറി അന്ന് ആ ജാമ്യത്തിന് വേണ്ടിയിട്ടാണെങ്കിലും പരിശോധിച്ചിരുന്നു. ആ കേസ് സാറിൻ്റെ ഒരു ബോധ്യത്തിൽ അത് എങ്ങനെ സംഭവിച്ചൊരു കേസാണെന്നാണ്? ഞാൻ ആ കേസ് ഡയറി പരിശോധിച്ചപ്പോൾ എനിക്കത് മനസ്സിലായത് അത് ഒരു സെൻസേഷണൽ കേസായിരുന്നു. ആരോ വിളിച്ച് സിമി എന്ന് പറഞ്ഞതിൻ്റെ പേരിലല്ലാതെ യഥാർത്ഥത്തിൽ നോക്കുമ്പോൾ ആ കേസ് ഡയറി പഠിച്ചു നോക്കുന്നതിന് പകരം പബ്ലിക്കായി നോട്ടീസ് അടിച്ച് ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ച് ഒരു കൂട്ടം ചെറുപ്പക്കാർ മുസ്ലിങ്ങൾക്ക് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ പങ്ക് എന്ന വിഷയത്തെക്കുറിച്ചുള്ള ചർച്ച നടക്കുന്നത്. അതിനകത്ത് എന്ത് കോൺസ്പിറസിയുടെ യാതൊരു ആസ്പെക്റ്റും അത് വരത്തില്ല. പബ്ലിക്കായി മീറ്റിംഗ് നടത്തുമ്പോൾ കോൺസ്പിറസിയുടെ ആസ്പെക്റ്റ് എവിടെയാണ് വരുന്നത്? അപ്പോൾ അത് ആരോ വിളിച്ചിട്ട് സിമിക്കാർ നടത്തുന്നതാണെന്ന് പറഞ്ഞ് സിമിയെന്ന് കേട്ട മാത്രമല്ല സിമി എന്താണ്, സിമി ഇവിടെയൊക്കെ ഞാനൊക്കെ സിമിയുടെ ആദ്യകാലം തൊട്ട് സിമിയോട് അതിശക്തമായി എതിർപ്പ് പ്രകടിപ്പിച്ച മനുഷ്യനാണ്. കാര്യം സിമി കാണിക്കുന്നത് വിവരക്കേടാണ് എന്ന് നല്ല അഭിപ്രായമുള്ള കാര്യം. സിമി പറഞ്ഞ ഒരു മുദ്രാവാക്യമൊക്കെ ഉണ്ടല്ലോ കാലത്ത്, അത് തെറ്റാണെന്ന് പറഞ്ഞു കൊടുത്തായിരുന്നു ഞാനൊക്കെ അന്ന്. പക്ഷേ എന്നെ തന്നെ സിമിക്കാരനാക്കിക്കൊണ്ട്, കാരണം ഞാൻ ആ മുസ്ലിം പയ്യന് ഞാൻ എന്ത് ചെയ്യണമായിരുന്നു, ആ മുസ്ലിം പയ്യനായതുകൊണ്ട് അവനെ ഞാൻ ജയിലിൽ വിടുന്നു. എനിക്കതൊരിക്കലും ഇപ്പോഴും എൻ്റെ മനസ്സാക്ഷിക്ക് അത് യോജിക്കാത്തതുകൊണ്ടാണ് ഞാനത് ആ കേസെന്ന് പറയുന്നത് അത് സെൻസേഷണലായി ആരെയോ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുത്തൊരു കേസെന്നല്ലാതെ യാതൊരു ബേസിലുള്ള ഒരു കേസായിരുന്നില്ല ആ കേസ് എന്നുള്ളത് അന്ന് തന്നെ എനിക്ക് ബോധ്യപ്പെട്ടു. അതാണ് ഞാൻ ആ കുട്ടി ജാമ്യം അനുവദിക്കാനും കാരണമായിരുന്നത്. ഇപ്പോൾ ഇത്രയും വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ പലരും കുറ്റവിമുക്തരാകുകയും ജയിലിൽ നിന്ന് പുറത്തിറങ്ങുകയും ചെയ്യുന്നത്. ഇത്തരത്തിൽ ജീവിതം ഈ ജയിലിൽ ഹോമിക്കപ്പെടുന്ന ആളുകൾക്ക് അവർക്ക് ഇനിയുള്ള ഒരു മാർഗ്ഗം എന്താണ് ഈ ജുഡീഷ്യറിയായിട്ട് ബന്ധപ്പെട്ട്? തീർച്ചയായിട്ടും കോമ്പൻസേഷൻ വ്യവസ്ഥയുണ്ട്.
ആവശ്യമില്ലാതെ യുവത്വം ഹോമിക്കപ്പെട്ട മനുഷ്യർക്ക് കോമ്പൻസേഷന് വേണ്ടി തീർച്ചയായിട്ടും അവർക്ക് അതിനുള്ള ഫോറങ്ങൾ സമീപിക്കാവുന്നതാണ്. അത് ലീഗലായിട്ട് തന്നെ അതിന് ഫൈറ്റ് ചെയ്തിട്ട് ഗവൺമെൻറ്റിനെ സമീപിക്കാം, അതുപോലെ തന്നെ കോടതി ജുഡീഷ്യറി സമീപിക്കാവുന്നതാണ് എനിക്ക് തോന്നുന്നത്. അതിന് തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനവർ മെനക്കെടേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മുടെ അബ്ദുൽ നാസർ മദനി പണ്ടത്തെ വിട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ പോകുന്നില്ല എന്നാണ് പറഞ്ഞത്. പോകേണ്ടതാണ്. ഒരു മനുഷ്യനെ അദ്ദേഹത്തിൻ്റെ യുവത്വം മുഴുവൻ ജയിൽ ഹോമിക്കപ്പെട്ടതിന് ശേഷം നിരപരാധിയായി വിട്ടിട്ട് എന്താ ചെയ്യാൻ കഴിയുന്നത്? അതുതന്നെയാണ് എന്നെ ചിന്തിപ്പിച്ചത് തന്നെയാണ്. ഞാൻ ആ പയ്യനെ പിടിച്ച് ജയിലിട്ട് അവൻ്റെ പഠിത്തവും മുടക്കി അവൻ്റെ ഫൈനൽ ഇയർ എക്സാം എഴുതുന്ന അവസരം നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ ആർക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയും അവൻ്റെ യുവത്വം? സാറിനെ അന്ന് കുറച്ച് നാളത്തേക്കാണെങ്കിലും മാനസികമായി പിടിപ്പിച്ച ഉദ്യോഗസ്ഥർ ഇപ്പോഴും ഉണ്ട്. ഈ കേസ് ഈ ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു, അതായത് ഇതിലൊന്നുമില്ല എന്ന് കണ്ടെത്തിയിരിക്കുന്നു. ഈ ഒരു സന്ദർഭത്തിൽ അവരുമായിട്ടൊരു അവരെ ഒന്ന് കോൺടാക്ട് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ശ്രമിച്ചിട്ടുണ്ടോ? അതെ, ഞാൻ ഞാൻ നേരത്തെ പോലെ വിജിലൻസ് രജിസ്ട്രാർ എൻ കെ ബാലചന്ദ്രൻ അദ്ദേഹം പിന്നീട് ഹൈക്കോടതി ജഡ്ജിയായി ഉയർത്തപ്പെട്ട ആളാണ്. എനിക്ക് ആദ്യകാലത്ത് എനിക്ക് അദ്ദേഹത്തോട് ഭയങ്കര വൈരാഗ്യം തോന്നി. ഞാനപ്പോൾ അതിന് വേണ്ടിയുള്ള നീക്കങ്ങളൊക്കെ എൻ്റെ ഇതിന് കൊടുത്ത റിട്ടർ സ്റ്റേറ്റ്മെൻറ്റിലൊക്കെ ഞാൻ ആ നീക്കങ്ങൾ ഇദ്ദേഹത്തിനെതിരെ പെൻഷൻ ആയതിനു ശേഷമെങ്കിലും അദ്ദേഹത്തിനെതിരെ നല്ലൊരു കേസ് ഫയൽ ചെയ്യണമെന്നൊക്കെ വിചാരിച്ച് തന്നെയാണ് നീങ്ങിയത്. പിന്നെ കുറച്ച് കാലം ഞാൻ കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ അമ്മ മരിച്ച ഒരു ദിവസം ഇങ്ങനെ ഞാൻ കണ്ടു. ഞാനപ്പോൾ അദ്ദേഹത്തെ വിളിച്ചു, ഒരു കൺട്രോളൻസ് ഒക്കെ അറിയിച്ചു. ഞാൻ പിന്നീട് ഞാൻ ദൈവം അദ്ദേഹത്തോട് ചോദിച്ചോട്ടെ, അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ തെറ്റിദ്ധാരണയായിരിക്കാം, അദ്ദേഹം തിരുത്തുന്നെങ്കിൽ തിരുത്തിക്കോട്ടെ. ഇപ്പോൾ ഇതൊക്കെ അദ്ദേഹം കേൾക്കുന്നെന്ന് കാണുന്നതൊക്കെ ഉണ്ടാകും. അദ്ദേഹം ഇപ്പോഴെങ്കിലും തിരുത്തുന്നെങ്കിൽ നല്ല കാര്യം, അതല്ലെങ്കിൽ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ദൈവവുമായി അതിനെക്കുറിച്ച് പറഞ്ഞോട്ടെ എന്ന് മാത്രമാണ്. ഇപ്പോൾ എനിക്ക് അദ്ദേഹത്തോട് അങ്ങനെ പ്രതികാര ബുദ്ധിയൊന്നും എനിക്കിപ്പോൾ തോന്നുന്നില്ല. അപ്പം ഞാൻ ഒരൊറ്റ വിജിലൻസ് രജിസ്ട്രാർ മാത്രം ഉള്ള ഒരു നടപടിയായിരുന്നു എന്ന് വിശ്വസിക്കുന്നുണ്ടോ? അല്ല അതിൻ്റെ പിന്നിലൊരു ഗൂഢാലോചന അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല? വിജിലൻസ് രജിസ്ട്രാർ മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം ഞാൻ അതിനകത്തൊരു കാര്യം മനസ്സിലാക്കുന്നത്, അതിപ്പോൾ ഞാൻ പറയുമ്പോൾ രസമാണ്. ഞാനന്ന് പറവൂരിരിക്കുക. അപ്പോൾ അന്ന് എൻ്റെ ബാച്ചിലുള്ള ഒരു പെൺകുട്ടി പുനലൂരിൽ മജിസ്ട്രേറ്റായിട്ട് ഇപ്പോൾ ഉണ്ട്. എന്നെ ഇവിടുന്ന് മാറ്റിയിട്ടില്ല. മാറ്റുന്നതിന് മുമ്പ് ഈ വിജിലൻസ് രജിസ്ട്രാർ നേരിട്ട് ആ പെൺകുട്ടിയെ ഫോണിൽ വിളിച്ചിട്ട് യു ഇമ്മീഡിയറ്റ്ലി ഫയൽ എ ട്രാൻസ്ഫർ ആപ്ലിക്കേഷൻ, ദർ ഈസ് എവറി ചാൻസ് ടു ഹാവ് എ വേക്കൻസി അറ്റ് നോർത്ത് പറവൂർ, യു വിൽ ഗെറ്റ് ഇറ്റ് എന്ന് പറഞ്ഞ് ആ പെൺകുട്ടിയെ കൊണ്ട് അപേക്ഷ കൊടുത്തു. ആ പെൺകുട്ടി അന്ന് ഞങ്ങളുടെ ബാച്ചിലെ 3 പേരോട് വർക്ക് ചെയ്യുന്നുണ്ട്. മറ്റ് 2 പേർ റയീസ് എന്താണ്, ഇപ്പോൾ റയീസ് ഇപ്പോൾ സബ്ജക്റ്റ് ചെയ്യാണ്. റയീസ് വേറെ ഒരാളുണ്ട്, ധോണിയാണെന്ന് തോന്നുന്നു. ഈ 2 പേരോടും ഈ പെൺകുട്ടി ആ വിവരം പറയുന്നതും അതിലൊരാൾ എന്നെ വിളിച്ച് വിവരം പറയുന്നതും ഞാനത് പിന്നീട് അന്നത്തെ രജിസ്ട്രാർ ആയിരുന്ന രാമകൃഷ്ണൻ സാറിനോട് പറഞ്ഞു. രാമകൃഷ്ണൻ സാർ എന്നെ അവിടെ ഇരുത്തിക്കൊണ്ട് ആ പെൺകുട്ടിയെ വിളിച്ച് ചീത്ത പറഞ്ഞതും എനിക്കറിയാം. അപ്പോൾ ഇത് ഒരാൾ മാത്രമായിരുന്നു എനിക്കറിയില്ല. എന്തായാലും ഇവരൊക്കെ തമ്മിൽ ലിങ്ക്ഡ് ഒരു പരിപാടിയായിട്ടാണ് ചെയ്തത്. പക്ഷേ എനിക്ക് ആരും സഹായിക്കാനില്ലെങ്കിലും ജുഡീഷ്യറി തന്നെ പലരും, ഞാൻ പറഞ്ഞ പയസ് കുര്യാക്കോസ് സാറ്, ജസ്റ്റിസ് കമാൽ പാഷ പോലെ തുടങ്ങിയ ആൾക്കാർ എൻ്റെ നിരവാദിത്വം ബോധ്യപ്പെട്ട് അവർ അവസാന നിമിഷം വരെ എനിക്ക് വേണ്ടിയിട്ട് ഇക്കാര്യത്തിൽ നിന്നിട്ടുണ്ടെന്നും എന്നെ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേര്. ജുഡീഷ്യൽ അതുകൊണ്ട് ലക്ഷ്മൺ സാർ, എൻ്റെ ഇതിനകത്ത് എൻക്വയറി ഓഫീസറായിട്ട് വെച്ച് ലക്ഷ്മൺ സാർ, അദ്ദേഹം ആദ്യം പോലെ തന്നെ എൻ്റെ നിരവാദിത്വം അദ്ദേഹത്തിന് ബോധ്യപ്പെട്ട് ഒരു ആസ് എ ബ്രദർ അദ്ദേഹം എല്ലാവിധ ഇതും എന്നെ സഹായിച്ചു എന്നല്ല, അദ്ദേഹം പറഞ്ഞ് യുവർ സ്റ്റാൻഡ് ഈസ് കറക്റ്റ് ആഹാന്ന് പറഞ്ഞിട്ട് അവസാനം വരെ അദ്ദേഹം എന്നോട് എനിക്ക് അത് അങ്ങനെ അവരോടൊക്കെ എനിക്ക് നന്ദിയുണ്ട് കാര്യത്തിൽ.